ചില ആളുകൾ ഭയങ്കര വാശിയായിരിക്കും, ചില കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ വാശി എന്ന വേർഡ് നമുക്ക് പറയാം സ്റ്റബേൺ എന്ന് പറയാം കേട്ടോ. സ്റ്റബേൺ. അപ്പോൾ വാശി പിടിക്കരുത് എന്നാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പിടിക്കരുത്, അരുതെന്ന് നമ്മൾ നോർമലി പറയുമ്പോൾ എന്താ ചെയ്യണ്ടേ, എന്താ ആഡ് ചെയ്യണ്ടേ? ഡോണ്ട് ബി സ്റ്റബേൺ അല്ലേ? ഡോണ്ട് ബി സ്റ്റബേൺ, വാശി പിടിക്കരുത്, ഡോണ്ട് ബി സ്റ്റബേൺ. നീ ഇത്രയും വാശി പിടിക്കരുത് കേട്ടോ, ഇങ്ങനെ വാശി പിടിക്കരുത് എന്നാകുമ്പോൾ ഡോണ്ട് ബി സോ സ്റ്റബേൺ എന്ന് പറയാം. ഡോണ്ട് ബി സോ സ്റ്റബേൺ, ഇത്രയും വാശി പാടില്ല കേട്ടോ എന്ന് പറയാറില്ലേ നമ്മൾ, ഇത്രയ്ക്ക് വാശി വേണ്ട കേട്ടോ. അപ്പോൾ ഡോണ്ട് ബി സോ സ്റ്റബേൺ അല്ലെങ്കിൽ ഡോണ്ട് ബി സ്റ്റബേൺ എന്ന് പറയാം. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ഹീസ് ആസ് സ്റ്റബൺ ആസ് എ മ്യൂൾ. ഹീസ് ആസ് സ്റ്റബൺ ആസ് എ മ്യൂൾ, അതൊരു ഇഡിയമാണ് കേട്ടോ. അപ്പോൾ മ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, കഴുതേനെയും കുതിരയൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മൃഗമാണ്. അതിന് ഭയങ്കര വാശിയാണെന്നാണ് പറയപ്പെടുന്നത്. അതിന് എത്ര തല്ലിയാലും അത് അനങ്ങില്ല, ഇങ്ങനെ പിടിച്ചങ്ങനെ ബലമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് അതിൻ്റെ വാശി പോലെയെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ആക്ച്വലി അർത്ഥാക്കുന്നത് എന്താ, അത്രയും വാശിയാണ് എന്നുള്ളതാണ്. ഭയങ്കര വാശിക്കാരനാണ് അവൻ, അതിൻ്റെ ഒരു എക്സ്ട്രീം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട്, ഭയങ്കര വാശിയാണ് അവന്. നമുക്ക് പറയാം ഹീസ് ആസ് stubborn as a mule എന്ന് പറയാം. He is as stubborn as a mule. ഓക്കെ, എന്നിട്ട് അപ്പോൾ പറഞ്ഞേ he is as stubborn as a mule. അതിന്റെ അർത്ഥം എന്താ? അത്രയും അവൻ വാശിക്കാരനാണ്. നീ വാശി പിടിക്കുന്നത് നിർത്തി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ വാശി പിടിക്കുന്നത് നിർത്തി, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. അതായത് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ പറയുകയാണല്ലേ, നമുക്ക് എങ്ങനെ പറയാം? സ്റ്റോപ്പ് ബീയിങ് stubborn and listen to me. സ്റ്റോപ്പ് ബീയിങ് stubborn and listen to me. സ്റ്റോപ്പ് ബീയിങ് stubborn and listen to me. നീ വാശി പിടിക്കുന്നത് നിർത്ത്. ഓക്കെ, സ്റ്റോപ്പ് ബീയിങ് സ്റ്റബേൺ, സ്റ്റോപ്പ് ബീയിങ് സ്റ്റബേൺ. ഈ സ്റ്റബേൺ എന്നുള്ളത് നമ്മൾ നെഗറ്റീവ് മാത്രമായിട്ടല്ല കേട്ടോ, ചില കാര്യങ്ങളിൽ നമ്മൾ പോസിറ്റീവായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അവൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ഇച്ചിരി നിർബന്ധമുള്ള ആളാണ്, അല്ലെങ്കിൽ വാശിക്കാരനാണ്. അവൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യം വരുമ്പോൾ അവൻ വാശിക്കാരനാണ്. നമുക്ക് എങ്ങനെ പറയാം? ഹീ ഈസ് സ്റ്റബേൺ അബൌട്ട് ഹിസ് ഫിറ്റ്നസ്. ഹീ ഈസ് സ്റ്റബേൺ അബൌട്ട് ഹിസ് ഫിറ്റ്നസ്. കണ്ടോ, ഇവിടെ നമ്മളൊരു പോസിറ്റീവായിട്ടാണ് ഏത് വേർഡ് യൂസ് ചെയ്തേക്കണേ? സ്റ്റബേൺ. അതായത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു വാശി എന്നുള്ളൊരു അർത്ഥവും കൂടെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ജീവിതത്തിൽ വിജയിക്കാൻ അല്പസ്വല്പം വാശിയൊക്കെ നല്ലതാ, അല്ലെങ്കിൽ അല്പം വാശിയൊക്കെ വേണം ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ. അങ്ങനെ നമ്മൾ പറയാറില്ലേ? എങ്ങനെ പറയാം നമുക്ക്? അതുപോലെ നമ്മൾ പറയാറില്ലേ, ജീവിക്കാൻ ഇച്ചിരി വാശിയൊക്കെ നല്ലതാ എന്ന് പറയാറില്ലേ? ജീവിതം നമ്മൾ ഒന്ന് സക്സസ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വാശി വേണം. നമ്മളിപ്പോൾ ഒരാളോട് പറയാണ് അല്ലേ, നിനക്ക് ജീവിതം എന്താ പറയുക സക്സസ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണം? കുറച്ച് വാശിയൊക്കെ വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്ങനെ പറയാം നമുക്ക്? യു നീഡ് ടു ബി എ ലിറ്റിൽ സ്റ്റബേൺ. എന്തിനു വേണ്ടിയിട്ടാ? ടു സക്സീഡ് ഇൻ ലൈഫ്. Okay, you need to be a little stubborn to succeed in life. ഒന്നെപ്പോൾ പറഞ്ഞേ, you need to be a little stubborn to succeed in life. Okay, നമ്മൾ പറയാറില്ലേ, പഠനത്തിന്റെ കാര്യത്തിലൊക്കെ നല്ല വാശിയാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, നല്ല വാശിയുണ്ട് അവൾക്ക് എന്ന് പറയാറില്ലേ? അപ്പോൾ ഷീ ഈസ് stubborn when it comes to her studies. ഷീ ഈസ് stubborn when it comes to her studies. പഠനത്തിന്റെ ആ കാര്യം വരുമ്പോൾ അവൾക്ക് നല്ല വാശിയാണ്. അതുപോലെ നമ്മൾ പറയാറില്ലേ, ദുർവാശി അല്ലെ ഒരു കടുത്ത വാശിക്കാരനാണെന്നൊക്കെ പറയാറില്ലേ? അതിന് നമുക്ക് ഒബ്സ്റ്റിനേറ്റ് എന്നും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒബ്സ്റ്റിനേറ്റിൽ എവിടെയും ഒരു പോസിറ്റീവ് ടച്ച് വരില്ല. അത് പക്ക ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ നെഗറ്റീവായിട്ടുള്ളൊരു വാശി തന്നെയാണ്. നമ്മൾ ദുർവാശിക്കാരനാണെന്നൊക്കെ പറയാറില്ലേ, അല്ലെങ്കിൽ ഭയങ്കര വാശിക്കാരനാണ്, അതൊരു നെഗറ്റീവ് രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഒബ്സ്റ്റിനേറ്റ് എന്ന വേർഡും യൂസ് ചെയ്യാം കേട്ടോ. ഒബ്സ്റ്റിനേറ്റ് ഒന്നിനപ്പോൾ പറഞ്ഞേ, ഒബ്സ്റ്റിനേറ്റ്. ഓക്കെ, മറ്റേത് സ്റ്റബേൺ, ഇത് ഒബ്സ്റ്റിനേറ്റ്. ഇത്രയും വാശി പിടിക്കാതെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ സ്റ്റബേൺ വെച്ചിട്ടാണ് പറഞ്ഞേ. ഇത് ഒബ്സ്റ്റിനേറ്റ് വെച്ചിട്ടൊന്ന് പറഞ്ഞേ, അതായത് ഒരു കടുത്ത വാശിക്കൊരാൾ, ആ ദുർവാശി ഒഴിവാക്കിയിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് അയാളോട് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ നമ്മുടെ ഒബ്സ്റ്റിനേറ്റ് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. സ്റ്റോപ്പ് ബീയിങ് സോ ഒബ്സ്റ്റിനേറ്റ് ആൻഡ് ജസ്റ്റ് ലിസൺ ടു മീ എന്ന് പറയാം അല്ലേ? സ്റ്റോപ്പ് ബീയിങ് സോ ഒബ്സ്റ്റിനേറ്റ് ആൻഡ് ജസ്റ്റ് ലിസൺ ടു മീ. ഞാൻ ഇങ്ങനെ ഇത്രയും കടുത്ത വാശി പിടിച്ച് നിൽക്കാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. ഓക്കെ, അപ്പം അനാവശ്യമായിട്ട് വാശി പിടിക്കരുത് കേട്ടോ, ഇങ്ങനെ ദുർവാശി കാണിക്കരുത് കേട്ടോ എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഡോണ്ട് ബി ഒബ്സ്റ്റിനേറ്റ്, ഡോണ്ട് ബി ഒബ്സ്റ്റിനേറ്റ്, ഡോണ്ട് ബി ഒബ്സ്റ്റിനേറ്റ്. അവൻ്റെ ഈ ദുർവാശി പിടിച്ച സ്വഭാവം ഉണ്ടല്ലോ, അതായത് നെഗറ്റീവായിട്ടുള്ള ആ ഒരു വാശി ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമല്ല എന്നെങ്ങനെ പറയാൻ പറ്റുക? ഐ ഡോണ്ട് ലൈക്ക് ഹിസ് ഒബ്സ്റ്റിനേറ്റ് ബിഹേവിയർ. ഐ ഡോണ്ട് ലൈക്ക് ഹിസ് ഒബ്സ്റ്റിനേറ്റ് ബിഹേവിയർ എന്ന് പറയാം. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ഹിസ് ഒബ്സ്റ്റിനേറ്റ് ബിഹേവിയർ. അങ്ങനെയെങ്കിൽ ഇത്രയും ദുർവാശിയുള്ള ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത്രയും ദുർവാശിയുള്ള ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാം?